അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വച്ചത് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ് എന്ന ഭാഗം പഠിച്ചുകൊണ്ടാണ്. മശ്രിഖിലേക്കോ മഗ്രിബിലേക്കോ മുഖം തിരിക്കുന്നതിലല്ല പുണ്യം മൻ ആമന ബില്ലാഹ്, അള്ളാഹുവെ വിശ്വസിച്ച് അംഗീകരിച്ച് സത്യപ്പെടുത്തിയ ആളുടെ പുണ്യമാണ്. അല്ലെങ്കിൽ പുണ്യവാൻ മൻ ആമന ബില്ലാഹ്, അള്ളാഹുവെ വിശ്വസിച്ച് അംഗീകരിച്ച് സത്യപ്പെടുത്തിയവനാണ്. മറ്റൊരു തഫ്സീർ വലാകിന്നൽ ബിർറ ദുൽ ബിർ, എന്നാൽ പുണ്യമുള്ളവൻ മൻ ആമന ബില്ലാഹ്, അള്ളാഹുവെ സത്യപ്പെടുത്തി വിശ്വസിച്ച് അംഗീകരിച്ചവനാണ്. ഇങ്ങനെ ആ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായത്. ഇനി അതിൻ്റെ തുടർച്ചയിൽ ആയത്തിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മളിവിടെ ഇൻഷാ അല്ലാഹ് ഇന്ന് മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബ്. ഇവിടെ വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിനെ വിശ്വസിക്കൽ, സത്യപ്പെടുത്തൽ, അംഗീകരിക്കൽ, അതും പുണ്യമാണ്. അന്ത്യനാളിനെ വിശ്വസിക്കുന്നവൻ്റെ പുണ്യം, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. വൽ യൗമിൽ ആഖിർ, അന്ത്യനാളാണ്. അന്ത്യനാളിൻ്റെ മറ്റൊരു നാമമാണ് അൽ യൗമുൽ ആഖിർ. വിശുദ്ധ ഖുർആനിൽ അന്ത്യനാളിന് പല പേരുകൾ, അൽ ആഖിറത്ത്, അതേപോലെ യൗമുൽ ഖിയാമ, യൗമുദ്ദീൻ, യൗമുൽ ഫസ്ൽ, യൗമുൽ ജംഅ്, യൗമുത് തഗാബുൻ, അൽ ഖാരിഅ, അൽ ഗാശിയ, അൽ ഹാഖ, അത്താമ്മത്തുൽ കുബ്ര, ഇങ്ങനെ ധാരാളം പേരുകൾ അന്ത്യനാളിന് പറയപ്പെട്ടിട്ടുണ്ട്. അന്ത്യനാളിനെ വിശ്വസിക്കൽ, അതാണ് പുണ്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലെങ്കിൽ വിശ്വസിക്കുന്നവൻ്റെ പുണ്യമാണ് പുണ്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അന്ത്യനാളിലുള്ള വിശ്വാസത്തിൽ മരണാനന്തര ജീവിതം, അങ്ങോട്ട് എല്ലാം, അത് രക്ഷാശിക്ഷകൾ വിധിച്ച് പിന്നെ സ്വർഗജീവിതം അല്ലെങ്കിൽ നരകജീവിതം, ഇതൊക്കെ ഇതിൽ ഉൾപ്പെട്ടു. അൽ ഖബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഖബറു അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തിൻ്റെ ആദ്യ സ്ഥാനവും പദവിയുമാണ് ഖബർ ജീവിതം. അപ്പോൾ പരലോക വിശ്വാസത്തിൽ പെട്ടതാണ് ഖബർ. ഖബറിൽ പരീക്ഷണമുണ്ട്. അതേപോലെ ഖബറിൽ പരീക്ഷണത്തിൽ ജയിക്കുന്നവർക്ക് അനുഗ്രഹീത ജീവിതമുണ്ട്. അതേപോലെ തന്നെ ഖബർ, അതിലെ പരീക്ഷണത്തിൽ പരാജയപ്പെടുന്നവർക്ക് ഖബറിലെ അദാബുണ്ട്, ശിക്ഷ. ഇതൊക്കെ അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അന്ത്യനാൾ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാഹളത്തിൽ ഊതുന്ന വിഷയം, അതേപോലെ തന്നെ പിന്നെ അൽ ബഅസ്, ആളുകൾ ഉയർത്തെഴുന്നേൽക്കുന്ന വിഷയം, അതേപോലെ അൽ ഹഷർ, ആളുകൾ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വിഷയം, അതേപോലെ അഷഫാഅത്ത്, ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ശുപാർശയുടെ വിഷയം, പിന്നീട് അൽ ഹിസാബ്, വിചാരണ നടത്തുന്ന വിഷയം, പിന്നെ വിചാരണക്കപ്പുറം മീസാൻ്റെ വിഷയം, ആ വിചാരണയിൽപ്പെട്ടതാണ് മീസാൻ, അതേപോലെ തന്നെ സിറാത്ത്, അതേപോലെ തന്നെ അതിനു മുമ്പ് ഗ്രന്ഥങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്, പിന്നെ രക്ഷാശിക്ഷകൾ വിധിച്ച് സ്വർഗാർഹർ സ്വർഗത്തിലേക്ക്, നരകാർഹർ നരകത്തിലേക്ക്, ഇങ്ങനെ തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ ഉദ്ദേശമാണ് വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസം. അപ്പോൾ വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കുകയും ചെയ്തവരുടെ പുണ്യം, അതാണ് യഥാർത്ഥ പുണ്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. അന്ത്യനാൾ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരു പരലോക വിശ്വാസം എന്നുള്ളതല്ല, പിന്നെയോ മൊത്തത്തിൽ വിശ്വസിക്കേണ്ടതുണ്ട്. ഒപ്പം പരലോക വിശ്വാസത്തിൻ്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ട പല കാര്യങ്ങളുണ്ട്. അതിൽ ചിലതാണ് ഇവിടെ ഞാൻ
ഉണർത്തിയത്. അത് ക്ലിപ്തി നിർണയം നടത്തിയെല്ലാം ഉണർത്തിയിട്ടില്ല. വിശദമായി പറഞ്ഞതെല്ലാം സ്ഥിരപ്പെട്ടത് വിശ്വസിക്കൽ, പരലോക വിശ്വാസത്തിൻ്റെ അൽ യൗമുൽ ആഖിർ, അതിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമാണ്.